പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ, പ്രത്യേകിച്ച് സഭാജീവിതത്തിന്റെ അടിസ്ഥാന മർമ്മങ്ങളിലൊന്നാണ് ബലിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം. വർത്തമാനകാലത്ത് വിശ്വാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ബലി എങ്ങനെ അനുഭവത്തോടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി ആത്മീയമായ ഉണർവോടെ അർപ്പിക്കാം എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആത്മീയത നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ദൈവത്തിന്റെ വചനം ബലിയെ എങ്ങനെ സമീപിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനപ്രകാരം ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരശിലയായ ദൈവവചനത്തെ ഗൗരവമായി നമുക്കെങ്ങനെ സമീപിക്കാം എന്നുള്ളതിനെ 3-4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി, വേദപുസ്തകം പറയുന്നതനുസരിച്ച് ബലിയർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് ബലിയർപ്പിക്കണം. വേദപുസ്തകത്തിന്റെ ചരിത്രത്താളുകൾ ആരംഭിക്കുന്നത് തന്നെ കായന്റെയും ആബേലിന്റെയും ബലിയെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ്. കായനും ആബേലും ബലിയർപ്പിച്ചു. ഒരാളുടെ ബലി ദൈവം സ്വീകരിച്ചു, മറ്റൊരാളുടെ ബലി ദൈവം തിരസ്കരിച്ചു. ഒരുവന്റെ ബലി സ്വീകാര്യവും മറ്റേത് തിരസ്കാരവുമായി മാറിയതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന പ്രശ്നമെന്താണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിച്ച ആബേൽ ബലിയർപ്പിച്ചത് അയാൾക്കുണ്ടായിരുന്നതിൽ ഏറ്റവും നല്ലത് ആയിരുന്നു എന്നുള്ളതാണ്. ദൈവവചനം ബലിയർപ്പിക്കാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവ സ്വീകാര്യമായി ബലി മാറണമെങ്കിൽ ബലിയർപ്പിക്കുന്നത് ഏറ്റവും നല്ലത് ബലിയർപ്പിക്കണം. ഏറ്റവും നല്ലത് ബലിയർപ്പിക്കാൻ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കഴിയുന്നത് എങ്ങനെയാണ്? ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുപോകണം. ഏറ്റവും നല്ലത് അർപ്പിക്കാൻ എന്തെങ്കിലും കയ്യിൽ കരുതണം എന്ന് വേദപുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്: നിങ്ങൾ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുപോകണം. ബലിമൃഗത്തെ കൊണ്ടുപോകണം എന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നമുക്കറിയാം, രക്തരഹിതമായി ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അയാൾ എങ്ങനെയാണ് ബലിമൃഗത്തെ കൊണ്ടുപോവുക? ദൈവവചനം, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ബലിയർപ്പിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം തന്നെ, ഒരുപക്ഷെ ബലിയർപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരു വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥമായ ഒരു ചിന്തയുണ്ടാവണം, ഞാൻ എന്താണ് ബലിയർപ്പിക്കേണ്ടത്? കർത്താവിന്റെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് കൂപ്പുകരങ്ങളുമായി നിൽക്കുന്ന ഒരു വിശ്വാസി ദേവാലയത്തിന്റെ ഉള്ളിലെത്തിയിട്ടല്ല ചിന്തിക്കേണ്ടത്, ഞാൻ എന്താണ് ബലിയർപ്പിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മനസ്സിൽ കൃത്യമായ ബോധ്യങ്ങളും ധാരണകളും ഉണ്ടാവണം, ഇന്ന് ഈ ബലിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് എന്താണ് അർപ്പിക്കാനുള്ളത്. സഭയുടെ ചരിത്രത്തിലുടനീളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും പുണ്യവാന്മാർക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു രഹസ്യം ഇതാണ്: ബലി അർപ്പിക്കാൻ പോകുമ്പോൾ വെറും കൈയോടെ വരരുത്. കർത്താവിന്റെ ബലിപീഠത്തെ വെറും കൈയോടെ സമീപിക്കരുത് എന്ന് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ബലിയർപ്പിക്കാൻ നമ്മുടെ വീടിന്റെ പരിസരത്തെയോ വീടിന് ദൂരെയുള്ളയോ ആയ ദേവാലയത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ അയാൾ എന്ത് കൊണ്ടുപോകണം? എന്തൊക്കെ ഒരാൾക്ക് ബലിക്ക് കൊണ്ടുപോകാം? യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാത്മാവിനെ ഓർത്തുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ, കൈവിട്ടു പോകുന്ന ജീവിതം, വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോകുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങൾ, പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്തേക്ക് പാളിപ്പോകുന്ന ബന്ധങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഭീതിതമായ ഓർമ്മകൾ, എന്തൊക്കെ ഒരാൾക്ക് ബലിയർപ്പിക്കാം? അതൊരാളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഹൃദയം നുറുങ്ങിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളാവാം. അതൊരു പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിലെ തകർച്ചകൾക്കും ദുരന്തങ്ങൾക്കും മീതെ കൃപയുടെ നിലാവ് പെയ്യിച്ച് ദൈവം അയാളെ രക്ഷിക്കണമേ എന്നുള്ള നിങ്ങളുടെ നിലവിളികളാവാം.
എന്തൊക്കെ ഒരാൾക്ക് ബലിയർപ്പിക്കാം? ജോലിയില്ലായ്മ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥ, മദ്യപാനം, കുടുംബത്തെ വേട്ടയാടുന്ന ശാപങ്ങൾ, ദോഷങ്ങൾ, അസ്വസ്ഥതകൾ, ഏതെല്ലാം തകർച്ചകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അവരെ തേടിയെത്തുന്ന സകല ദുരിതങ്ങളും ഒരാൾക്ക് ബലിയിൽ ചേർത്ത് സമർപ്പിക്കാം, ബലിയർപ്പിക്കാം. ബലിമൃഗത്തെ കൊണ്ടുപോകണം എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തോട് ചേർന്ന് നാം ആ ഭാഗത്തെ വായിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഒരാൾക്ക് ഈ അൾത്താരയിലേക്ക്, ഈ ബലിപീഠത്തിലേക്ക് ചേർത്ത് വെക്കാം. ആത്മീയ ആചാര്യന്മാർ ഇങ്ങനെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതുക, ഇന്ന് കർത്താവിന്റെ അൾത്താരയിൽ ഞാൻ എന്താണ് ബലിയർപ്പിക്കുക. ആത്മീയ ഗുരുക്കന്മാർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ദേവാലയത്തിലെ ഓരോ വാതിലുകളിലും വിരിക്കപ്പെട്ട കരങ്ങളോടെ ഈശോ നിൽക്കുന്നുണ്ട്. ചെരുപ്പൂരി നമ്രശിരസ്കരായി ദൈവമേ എന്ന ഹൃദയം നൊമ്പരപ്പെടുന്ന നിലവിളികളുമായി ഒരു വ്യക്തി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ കാണാതെ പോകുന്നത് ഈ വിരിക്കപ്പെട്ട കരങ്ങളോടെ നിൽക്കുന്ന യേശുവിനെയാണ്. യേശു അയാളോട് ചോദിക്കുന്നുണ്ട്, പറയുക, നീ ഇന്ന് എന്താണ് കൊണ്ടുവന്നത്? ഈ ബലിപീഠത്തിലേക്ക്, കർത്താവിന്റെ കാൽവരി യാഗത്തിന്റെ ഓർമ്മയായി ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ഇന്ന് ചേർത്ത് വെക്കാൻ നീ എന്ത് കൊണ്ടുവന്നിരിക്കുന്നു? ഓരോ വേളയും ശിരസ നമിച്ചും കരം കൂപ്പിയും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ കാണാതെ പോയത് ഈ 33കാരന്റെ വിരിക്കപ്പെട്ട കരങ്ങളെയാണ്. ശൂന്യമായ കരങ്ങളോടെ അവൻ ബലിയർപ്പിക്കാൻ മടങ്ങിപ്പോയിട്ടുണ്ടാവും. ദൈവം ചോദിക്കുകയാണ്, ഓരോ ദേവാലയത്തിലേക്കും ഹൃദയം നൊന്ത് പ്രവേശിക്കും മുമ്പ് ദൈവം ചോദിക്കുകയാണ്, നീ എന്താണ് കൊണ്ടുവന്നത്? പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 6-ാം തിരുവചനം, വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. അപ്പോൾ ബലിയർപ്പിക്കാൻ ദൈവം സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ സൂചന ഇതാണ്, ബലിമൃഗത്തെ കൊണ്ടുപോകണം, ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കണം. ദൈവത്തിന്റെ സന്നിധി ബലിപീഠത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള എന്റെ ജീവിതത്തിന്റെ വേദനകൾ എന്താണ്, ആനന്ദങ്ങൾ എന്താണ് എന്ന് കൃത്യമായ അവബോധങ്ങളോടെ ബലിപീഠത്തെ സമീപിക്കാൻ നമുക്കാവുമോ? അടുത്തതായി ദൈവത്തിന്റെ വചനം ബലിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ചെലവില്ലാത്ത ബലി അർപ്പിക്കരുത്. ചെലവില്ലാത്ത ബലി അർപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, സാമുവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒരു സംഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദാവീദ് രാജാവ് ജനസംഖ്യ എടുക്കുന്നു, ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തതിന് ശേഷം ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ദൈവം ആഗ്രഹിച്ച ഒരു കണക്കെടുപ്പായിരുന്നില്ല ഇത്. ദൈവം ഈ കണക്കെടുപ്പ് ഞാൻ നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ദൈവഹിതത്തിന് വിപരീതമായി സ്വന്തം ബോധ്യങ്ങളിലും കണക്കുകൂട്ടലുകളിലും ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുക്കാൻ ഒരുമ്പെട്ടു പോയതിനെ ഓർത്ത് ദാവീദ് സങ്കടപ്പെടുകയാണ്. അപ്പോഴേക്കും ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നു. മഹാമാരികളും ക്ഷാമങ്ങളുമായി ജനത്തിന്റെ മീതെ രാജാവ് അവിവേകത്തോടെ കൈക്കൊണ്ട ഈ തീരുമാനത്തിന്റെ അനന്തരഫലമായി ശിക്ഷകൾ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ ദാവീദിനെ കാണാനെത്തുന്നു. സംഭവിച്ചു പോയ പാകപ്പിഴയും പാളിച്ചകളും അറിഞ്ഞ് ഈ മനുഷ്യൻ സങ്കടപ്പെടുമ്പോൾ ദാവീദ് ഒരു തീരുമാനമെടുക്കുന്നു, ദൈവത്തിന് ഞാൻ ബലി അർപ്പിക്കും. അവിവേകത്തോടെ, എന്റെ അറിവില്ലായ്മ കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ട്, പാളിച്ച കൊണ്ട് സംഭവിച്ചു പോയൊരു മഹാപരാധത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ ബലിയർപ്പിച്ച് ഞാൻ പരിഹാരം ചെയ്യും, ദഹനബലി അർപ്പിച്ച് പരിഹാരം ചെയ്യും എന്ന് ദാവീദ് തീരുമാനിക്കുന്നു. അങ്ങനെ സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ ദാവീദ് ഒരു തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിലേക്ക് ദാവീദ് പോയി. ആ മെതിക്കളം ബലിയർപ്പിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലമാണെന്ന് കണ്ടപ്പോൾ രാജാവായതുകൊണ്ട് രാജാവ് ഈ ജബൂസിനായ അരവനായോട് ചോദിക്കുന്നു, ഈ മെതിക്കളം എനിക്ക് ബലിയർപ്പിക്കാൻ നീ വിട്ടുതരിക. പ്രജാക്ഷേമ വത്സരനായ രാജാവ് പരിവാരങ്ങളില്ലാതെ തന്റെ മെതിക്കളത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ബലിയർപ്പിക്കാൻ വന്നത് കണ്ടപ്പോൾ അത്ഭുതം സഹിക്കാൻ പറ്റാതെ ഈ അരവന എന്ന മനുഷ്യൻ ദാവീദിനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് കൽപ്പിച്ചാൽ മതി, അങ്ങേക്ക് ബലിയർപ്പിക്കാൻ വേണ്ട സകല കാര്യങ്ങളും, ഈ മെതിക്കളവും അതുപോലെ തന്നെ വിറകിന് വേണ്ട നുകങ്ങളും ഒക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അരവന രാജാവിന് ബലിക്കുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഈ സമയത്താണ് ദാവീദ് ജബൂസനായ അരവനായോട് ഇങ്ങനെ പറയുന്നത്, മെതിക്കളത്തിന്റെയും വിറകിന്റെയും ബലിക്കാവശ്യമുള്ള സകല കാര്യങ്ങളുടെയും തുകയായി
നീ എൻ്റെ കയ്യിൽ നിന്നും ഈ തുക സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഈ അരവനായിക്ക് ദാവീദ് അതിന്റെ വില കൊടുക്കുകയാണ്. അപ്പോൾ ദാവീദിനോട്, രാജാവിനോട് ഈ പ്രജ പറയുകയാണ്, അങ്ങ് രാജാവാണ്, അങ്ങ് കൽപ്പിച്ചാൽ മതി, ഞാനിത് അങ്ങയ്ക്ക് മുഴുവൻ സൗജന്യമായി തന്നുകൊള്ളാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദാവീദ് അരവനായോട് പറയുന്ന മറുപടിയാണ് 2 സാമുവേൽ 24:24. ഞാനിത് വിലയ്ക്ക് മാത്രമേ വാങ്ങുകയുള്ളൂ, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. ഞാനിത് വിലയ്ക്ക് മാത്രമേ വാങ്ങുകയുള്ളൂ, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചോദിക്കുകയാണ്, ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഉദാസീനതയോടെ വരുന്ന ഒരാളാണോ നീ? ഒരു ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ഗൗരവത്തോടെയും ബോധത്തോടെയും ധ്യാനത്തോടെയും സ്നേഹത്തോടെയും ഈ ബലിയെ നീ സമീപിച്ചിട്ടുണ്ട്? എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി എന്ന് പറയുമ്പോൾ എന്താ? നമുക്കൊരു പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റുന്ന ചെലവ് എന്താണ്? കുറച്ച് തുക കൊടുക്കുക എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് കുർബാന ധർമ്മം കൊടുക്കുക എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും അല്ല. സാമ്പത്തികമായി അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി അല്ല പ്രിയപ്പെട്ടവരെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. മറിച്ച് ഇതിനു വേണ്ടി ഒരാൾ എടുക്കുന്ന ഒരു ഒരുക്കം, എത്ര നേരത്തെ ഒരാൾ ദേവാലയത്തിലെത്തുന്നു, അതിന് അയാൾ തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടതുണ്ട്. അയാൾ രാവിലെ ഉണരേണ്ടതുണ്ട്. അയാൾ രാവിലെ സ്വന്തം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും അയാൾക്ക് തോന്നുന്നത് മാറ്റിവെക്കേണ്ടതുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ബലിക്ക് നേരത്തെ എത്താൻ ഒരാൾ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരും? ഒരു സാധാരണ കുടുംബത്തിലെ ജോലി ചെയ്യുന്ന ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ആണെങ്കിൽ, പഠിക്കുന്ന ഒരു മകനാണെങ്കിൽ മകളാണെങ്കിൽ, ഒരു ബലിക്ക് നേരത്തെ ഒരുക്കത്തോടെ എത്താൻ ഒരാൾ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരും? ഒരു ചെലവുമില്ലാത്ത ബലി ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കുകയില്ല. തീർച്ചയായും ദേവാലയത്തിൽ നേരത്തെ എത്തുക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അത് വില കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ദേവാലയത്തിൽ നേരത്തെ എത്തുക എന്ന് പറയുന്നത് ഒരാൾ ഈ ബലിക്ക് കൊടുക്കുന്ന ഒരു ഗൗരവവും വിലയും സൂചിപ്പിക്കുന്ന കാര്യമല്ലേ? അപ്പൊ മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. കർത്താവിന്റെ ബലിയെ സമീപിക്കുമ്പോൾ ഇതിന് ഗൗരവത്തോടെ ചെലവില്ലാത്ത ബലിയർപ്പിക്കാൻ പോകരുത്. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം ബലിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 9-ാം തിരുവചനം, 12-ാം തിരുവചനം, 13-ാം തിരുവചനം, ഈ ഭാഗങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ ദഹനബലിയുമായി ബന്ധപ്പെട്ട് ദൈവം ഇസ്രയേലിനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിന്റെ അർത്ഥം? ബലിപീഠത്തിൽ ഒരു അഗ്നിസ്തംഭം, അത് ആ അഗ്നി കെടാതെ കത്തിച്ചു വെക്കണം എന്നത് ഒരു ഭൗതികമായ യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന കാര്യം മാത്രമാണോ? തീർച്ചയായും അല്ല. ഇത് ദൈവബോധത്തിന്റെ അഗ്നിയാണ്. ഇത് ധ്യാനത്തിന്റെ അഗ്നിയാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഒരാചാരം പോലോ ഒരനുഷ്ഠാനം പോലോ ആയിത്തീരുന്നുണ്ട് എല്ലാ ബലിയർപ്പണങ്ങളും. ഒരു ചടങ്ങ് പോലെ, ഒരു ആവർത്തനം പോലെ മാറിപ്പോകുന്നുണ്ട് ബലിയർപ്പണങ്ങൾ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിരന്തരമായി ബലിപീഠത്തിലെ അവബോധത്തിന്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. എന്ന് വെച്ചാൽ ഒരാൾ ഓർമ്മിക്കണം, ഞാൻ നിൽക്കുന്നത് എവിടെയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്. ഈ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഞാൻ നിൽക്കുന്നത് എവിടെയാണ്. ഓരോ ബലിപീഠത്തിന്റെ മുമ്പിലും എത്തി ഏത് കാലത്തിലെയും മനുഷ്യർ ബലിയർപ്പിക്കാൻ എത്തുമ്പോൾ അവർ ഓർമ്മിക്കേണ്ടത്, ഞാൻ നിൽക്കുന്നത് കാൽവരിയിലെ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലാണ്. കാലങ്ങൾക്കതീതമായി, ചക്രവാളങ്ങൾക്കും കാലത്തിനും യുഗങ്ങൾക്കും അപ്പുറമായി മാനവരാശിയുടെ മോചനത്തിനു വേണ്ടി ദൈവം ഒരു ചരിത്രത്തിന്റെ നിർണായകമായ ഒരു മുഹൂർത്തത്തിൽ കാൽവരിയുടെ ബലിക്കലിൽ നെറുകയിൽ ഉയർത്തി നിർത്തിയ കുരിശിന്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന ബോധമുണ്ടായി കഴിയുമ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പങ്കുപറ്റിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പങ്കാളിയാവുന്നത് എന്തിനാണ്? ദാരുണമായി കുരിശെന്ന പേർ വിളിക്കപ്പെട്ട മരണവൃക്ഷത്തിൽ കരചരണങ്ങൾ ചേർത്ത് ബന്ധിക്കപ്പെട്ട് ദൈവപുത്രൻ മരിക്കുന്ന യേശുവിന്റെ ബലിക്കാണ് ഞാൻ സാക്ഷിയാവുന്നത്. കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മ മേരിയെ പോലെ
കുരിശിൻ ചുവട്ടിൽ നിന്ന സ്ത്രീകളെ പോലെ, കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാനെ പോലെ യേശു കുരിശിൽ കൊല്ലപ്പെടുന്നതിന് സാക്ഷിയാവുകയാണ്, ബലിക്ക് സാക്ഷിയാവുകയാണ് ഞാൻ എന്ന ബോധം, അവബോധത്തിന്റെ അഗ്നി ആളിക്കത്തണം. ദൈവവചനം വളരെ വളരെ കൃത്യമായി ഈ കാര്യത്തെപ്പറ്റി ഒരു ധാരണ തരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്. സക്കറിയ എന്ന ഒരു പുരോഹിതൻ. ഈ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആചാരങ്ങളെപ്പറ്റിയും അനുഷ്ഠാനങ്ങളെപ്പറ്റിയും നിയമത്തെപ്പറ്റിയും ശാസനത്തെപ്പറ്റിയും ഒരു ബലിയർപ്പിക്കുമ്പോൾ, ധൂപമർപ്പിക്കുമ്പോൾ, ആരാധന സമർപ്പിക്കുമ്പോൾ ഒരു പുരോഹിതൻ നിശ്ചയമായും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണകളുള്ള ഒരാളാണ്. ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ധൂപാർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്ന ദൈവദൂതൻ അയാളോട് പറയുകയും ചെയ്യുന്നു, നിന്റെ വന്ധ്യയായ ഭാര്യ എലിസബത്തിന്റെ ഉദരത്തിലേക്ക് ജീവന്റെ സ്പന്ദനങ്ങൾ ഉളവാക്കാൻ സർവശക്തന് സാധിക്കും, അവൻ അങ്ങനെ തിരഹിതമായിരിക്കുന്നു എന്ന എലിസബത്തിൽ നിന്ന് സ്നാപയോഹന്നാൻ ജനിക്കുന്ന അറിയിപ്പ് കൊടുക്കുമ്പോൾ ഈ പുരോഹിതൻ പറയുന്നത് എന്താണ്? അയാൾ ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ചോദ്യം ചോദിച്ച നിമിഷം തന്നെ ഇയാളുടെ മേൽ ശാപത്തിന്റെ ഒരു ശിക്ഷ ദൈവം കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഇയാൾക്ക് മീതെ ശാപത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ്. വാചാലനായി വർത്തമാനങ്ങളോടെ ആനന്ദഘോഷങ്ങളോടെ ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നു കയറിയ ഒരു പുരോഹിതൻ നിശബ്ദനായി മൂകനായി നാവ് കെട്ടപ്പെട്ട് ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ മൂകനായി പോകുന്നത് എങ്ങനെയാണ്? ഇന്ന് ഓരോ ദേവാലയങ്ങളിൽ നിന്നും ബലി കഴിഞ്ഞിറങ്ങുന്ന മനുഷ്യരെ പരിശോധിക്കുക. ആനന്ദഘോഷങ്ങൾ എത്ര പേരുടെ മുഖത്തുണ്ട്? ബലി കഴിഞ്ഞിറങ്ങുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്ത് എത്ര പേരുടെ മുഖത്ത് ദൈവം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചതിന്റെ, എൻ്റെ കണ്ണീര് കണ്ടതിന്റെ, എൻ്റെ പ്രാർത്ഥന കേട്ടതിന്റെ ഒരു ദീർഘമായ നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതിന്റെയും ഒടുവിൽ ഞാൻ ദേവാലയം വിട്ടിറങ്ങുന്നു എന്ന അവബോധത്തിൽ എത്ര പേര് ദേവാലയത്തിൽ നിന്നിറങ്ങുന്നുണ്ട്? ഇന്ന് ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ സക്കറിയയെ പോലെ മൂടിക്കെട്ടിയ മനസ്സുമായി, മൂടിക്കെട്ടിയ ആകാശം പോലെ മൂടിക്കെട്ടിയ മനസ്സുമായി നിശബ്ദരായി പുറത്തേക്കിറങ്ങുന്ന മനുഷ്യര്. സംഭവിക്കുന്നത് എന്താണ്? സക്കറിയായിക്ക് സംഭവിച്ച അതേ ദുരന്തം കാലങ്ങൾക്കതീതമായി ഇന്ന് വർത്തമാനകാലത്തിൽ അതിന്റെ ഏറ്റവും ദാരുണമായ വേഷം കെട്ടിയാടുന്നുണ്ട്. എന്താണ് സക്കറിയായിക്ക് സംഭവിച്ച ദുരന്തം? സക്കറിയ 2 കാര്യങ്ങൾ മറന്നുപോയി. 1, ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് മറന്നുപോയി. 2, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മറന്നുപോയി. സക്കറിയ എന്ന പുരോഹിതൻ അറിയാം, ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദന്. അത് ജെറുസലേം ദേവാലയമായിരുന്നു. ആ ജെറുസലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ധൂപാർച്ചന ചെയ്യുന്ന പുരോഹിതന് അറിയേണ്ടതുണ്ട്, ഇത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്, സംസാരിക്കുന്ന ആള് ദൈവമാണ്, ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും, ഞാൻ സംശയിക്കാൻ പാടില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സക്കറിയയ്ക്ക് സംഭവിച്ച ദുരന്തം എന്താണ്? അയാൾ മറന്നുപോയി, ഞാൻ നിന്നത് എവിടെയാണ്, ഞാൻ ചെയ്യുന്നത് എന്താണ്. വർത്തമാനകാലത്തെ ദിവ്യകാരുണ്യ ആരാധനകളിൽ, വർത്തമാനകാലത്തെ ബലിയർപ്പണങ്ങളിൽ മാനവരാശിക്ക്, വിശ്വാസ സമൂഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്ന് ഇതാണ്. എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്? അവബോധത്തിന്റെ അഗ്നി അണഞ്ഞു പോകുന്നിടത്ത് ബലി ആചാരമായി മാറുന്നു. അവബോധത്തിന്റെ അഗ്നി അണഞ്ഞു പോകുന്നിടത്ത് ബലി പിന്നീട് ഒരു നിരന്തര മൂകതയിലേക്കുള്ള ഇറങ്ങിപ്പോക്കലാവുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് ഈ ബലി അർപ്പിക്കാൻ നമ്മെ ഒരുക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഇതാണ്. 1, ഏറ്റവും നല്ലത് ബലിയർപ്പിക്കുക. 2, ബലിമൃഗത്തെ കൊണ്ടുപോവുക. 3, ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യമെന്ന അങ്ങയുടെ പരമമായ കാൽവരി ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിരന്തരമായ അവബോധത്തിന്റെ അഗ്നിയാളിക്കത്തി ഏറ്റവും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും തിരുമുമ്പിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ഒരു ബലിയർപ്പിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.